ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണിയോട് അംബിക ഫോൺ ചെയ്ത് പറയുക, മുണ്ടയ്ക്കലമ്മേ ഇവിടെ വഴക്കാണെങ്കിലേ കൊടുമ്പിരി കൊള്ളുക. ഇവർ രണ്ടുപേരും ഒന്ന് തല്ലിപ്പിരിയണമെങ്കിലേ മുണ്ടയ്ക്കലമ്മേ ആ റിയ എന്ന പ്രയോഗം ഒന്നുകൂടി കൊടുക്കണം. അപ്പോൾ റിയ എന്ന ഇഞ്ചക്ഷൻ ഒന്നുകൂടി കൊടുക്കണം അല്ലേ? അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കാമല്ലോ. ഋതികയാണെങ്കിൽ രാജുവിനോട് അങ്ങ് ദേഷ്യപ്പെടുവാണ്. ഋതിക എന്നിട്ട് ദേഷ്യത്തിൽ പറ, നോ നീഡ് ഫോർ എനി എക്സ്പ്ലനേഷൻ. നിങ്ങളെ എനിക്ക് ശരിക്കും മനസ്സിലായി രാജു. മാഡം വലിയ കുഴപ്പത്തിലോട്ടാണ് ഈ പോകുന്നത്. ഞാൻ നിരപരാധിയാണ് മാഡം, മിണ്ടിപ്പോകരുത്. ഋതിക ദേഷ്യത്തോടെ പറയുക. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേക്കും രാജുവിൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. അത് റിയയുടെ കോളായിരുന്നു. ഋതിക പറയാ, എടുക്ക്, അത് അവളുടെ ഫോണായിരിക്കും. രാജു അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുന്നു, ഹലോ, നിങ്ങൾ ആരാ? രാജു അങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് കൊച്ചമ്മണി ആ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് കൊച്ചമ്മണി പറയാ, ഞാനാടാ നിന്റെ കാലൻ, നിന്റെ പെൺകാലൻ. എന്താ രാജു അവളോട് സംസാരിക്കാതിരുന്നത്? ഞാനിവിടെ നിന്നതുകൊണ്ടാണോ? ഞാൻ നിങ്ങളെ എൻ്റെ ജീവനെ പോലാണ് സ്നേഹിച്ചത്. ഇതിലും ഭേദം നിങ്ങൾ എനിക്കല്പം വിഷം തന്നങ്ങ് കൊല്ലാവായിരുന്നു. അങ്ങനെ ഋതിക രാജുവിനെ നോക്കി പറഞ്ഞിട്ടങ്ങ് പൊട്ടിക്കരയുവാണ്. ഋതിക അങ്ങനെ കരയുന്നത് രാജുവിന് സഹിക്കാൻ പറ്റുന്നില്ല. മേഡം എന്ന് വിളിച്ചിട്ട് രാജു അങ്ങ് പുറത്തോട്ട് മാറി നിൽക്കുവാണ്. കുറച്ചപ്പുറത്തായിട്ട് മാറി നിന്ന് അംബികയും ദീപക്കൂടി ഇങ്ങനെ രാജുവിനെ തന്നെ ശ്രദ്ധിക്കുവാണ്. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. രാജു ഇങ്ങനെ പറയുവാണ് മനസ്സിൽ, ആരായിരിക്കും ഈ ചതിയുടെ പിന്നിൽ? ദീപക്കിനാണെങ്കിൽ പെട്ടെന്നൊരു സംശയം. അവൻ അംബിയോട് ചോദിക്കുക, അമ്മേ, ആ റിയയുടെ പേരുള്ള നമ്പര് ഇവൻ സൈബർ സെല്ലിനെങ്ങാനും കൈമാറിയാലോ? അങ്ങനെ കൈമാറിയാൽ നമുക്കെന്താടാ? കൊച്ചമ്മണിയെ പിടിക്കും, നമുക്കല്ലാതെ എന്ത് പറ്റാന്? അയ്യോ എൻ്റെ അമ്മേ, അതൊന്നും അല്ല. പോലീസുകാരെങ്ങാനും ഈ കിളവിയെ പിടിച്ചാലേ ഇതിൻ്റെ പിന്നിലൊക്കെ നമ്മളാണെന്നെങ്ങാനും ആ പെണ്ണുപിള്ള പറഞ്ഞു കൊടുത്താലോ? എടാ ദീപക്കെ, അതിന് നമ്മളാണെന്നുള്ളതിന് എന്താടാ തെളിവ്? പോകാൻ പറയടാ. രാജു വിചാരിക്കുക, അമ്മയൊന്ന് വിളിച്ചാലോ? അങ്ങനെ രാജു രാധമ്മയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നു, അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല മോനെ, എൻ്റെ മോൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഇതൊന്നും ഓർത്ത് എൻ്റെ അമ്മ വിഷമിക്കണ്ട, ഇതൊക്കെ അങ്ങ് മാറിക്കോളും അമ്മേ. അമ്മ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരിയടാ എന്നിങ്ങനെ രാധമ്മ പറയുവാണ്. എന്നാലും എൻ്റെ അമ്മേ, ഞാൻ മേഡത്തിന് കൊടുക്കാൻ വേണ്ടിയായ എഴുത്തുണ്ടല്ലോ, അതെങ്ങനെയാ മാറിയത്? ഞാനും അത് തന്നെയാ മോനെ ആലോചിക്കുന്നത്. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് ജയൻ്റെ അമ്മയെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അതിനൊന്നുമുള്ള കഴിവൊന്നുമില്ല. പോരാത്തനാണെങ്കിൽ അവരിന്നലെ ഇവിടെ ഉണ്ടായിരുന്നുമില്ല. അതാരായാലും അമ്മേ നമുക്ക് കണ്ടെത്തണം. ഇപ്പൊ ഏതായാലും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല മോനെ, ഋതുമോളെന്തിയെ? കരഞ്ഞു മുറിയിൽ തന്നെ ഇരിക്കുവാണമ്മേ. എന്തായാലും എൻ്റെ മോൻ അതിനെ വഴക്കൊന്നും പറയല്ലേ, ഒരു തെറ്റിദ്ധാരണയല്ലയോ? എങ്ങനെയെങ്കിലും മോൻ ആ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ശരിയമ്മേ, അമ്മ കിടന്നോ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് രാജു ഇങ്ങോട്ട് തിരിയുമ്പോൾ ആ വാതുക്കൽ നിൽക്കുവാണ് അംബികയും ദീപക്കും കൂടെ. അങ്ങനെ അംബിക രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുക, എന്തായി? മാതൃകാ ദമ്പതികൾ തല്ലിപ്പിരിഞ്ഞു അല്ലേ? ഉടനെ ദീപക്ക് പറയാ, ഇതല്ലെങ്കിലും അടിച്ചു പിരിയുമെന്ന് നമ്മൾ അന്നേ വിധി എഴുതിയതല്ലയോ അമ്മേ? കിട്ടിയ അവസരം പാഴാക്കാതെ എത്രത്തോളം കളിയാക്കുവാണ് അംബിക. എടാ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. കോലോത്ത പെണ്ണിനെയൊക്കെ മോഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നീ അവളെ ചതിക്കുമെന്ന് പണ്ടേ ഞാൻ അവളോട് പറഞ്ഞതാ, പക്ഷെ അവളത് കേട്ടില്ല. അനുഭവിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്, വിവാഹമോചനം നേടി പോടാ, അല്ലെങ്കിൽ വേണ്ട, പോയി തൂങ്ങിച്ചാകടാ. രാവിലെ പ്രതാപന്റെ അരികിലേക്ക് ബെഡ് കോഫിയൊക്കെ ആയിട്ട് അംബിക അങ്ങോട്ട് ചെല്ലുവാണ്. അംബികയെ കണ്ട് പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചിയോ, എന്താ യാമിനി എഴുന്നേറ്റില്ലേ? അതെന്താ പ്രതാപ, ഞാൻ ബെഡ് കോഫി കൊണ്ടു തന്നാൽ നീ കുടിക്കില്ലേ? അയ്യോ അതല്ല ചേച്ചി, ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ. അതെ യാമിനിയെ, നിന്റെ അനുജന്റെ ഭാര്യ. ഒരു രക്തബന്ധവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. നിന്റെ ഈ സ്വത്തുക്കളൊക്കെ കണ്ട് ഒട്ടി നിൽക്കുന്നതാ അവളും നിന്റെ അനിയനും ഒക്കെ. എൻ്റെ പ്രതാപ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലുണ്ടല്ലോ, മൂട്ടിലെ പൊടിയും തട്ടി അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോവും. എന്നാലേ ഞാൻ അങ്ങനെയല്ല, നിന്റെ ചേച്ചിയാ. ചേച്ചി മാത്രമല്ല, അമ്മയുടെ സ്ഥാനമാണ് എനിക്കുള്ളത്. അംബികയുടെ ഈ കള്ളത്തരം മനസ്സിലാക്കാതെ പ്രതാപൻ പറയുക, അയ്യോ എൻ്റെ ചേച്ചി, എനിക്ക് അതിനൊന്നും യാതൊരു സംശയവും ഇല്ലല്ലോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പ്രതാപ ഇന്നലെ. അതെന്ത് പറ്റി ചേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതോ ഇനി ദീപക്ക് എന്തെങ്കിലും കുരുത്തക്കേടിൽ ചെന്ന് ചാടിയോ? അതൊന്നും അല്ല പ്രതാപ, നിനക്കിന്നലെ തലക്കറക്കം വന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ പറഞ്ഞില്ലേ? അത് കേട്ടപ്പം മുതൽ എൻ്റെ മനസ്സങ്ങ് വല്ലാതെയായി. അങ്ങനെ രാത്രി മുഴുക്ക ഞാൻ നിന്നെക്കുറിച്ച് ഓർത്താ കിടന്നത്. നിന്റെ ജീവിതം ഇങ്ങനെയായി പോയില്ലേ? വിശ്വസിച്ച് കൂടിയവളോ ചതിച്ചിട്ട് പോയില്ലേ? അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട, അതൊക്കെ വെറും നിസ്സാരവാ. ഇത് വെറും ഒരു തലക്കറക്കമല്ലേ? മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അതങ്ങ് മാറി. പിന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്ത് ചെയ്യാനാ? അതെൻ്റെ തലയെഴുത്ത് പോലെയല്ല നടക്കത്തുള്ളൂ. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ല പറ്റത്തുള്ളൂ. അതൊക്കെ പോട്ടെ പ്രതാപ, നീ വിഷമിക്കണ്ട. നിന്നെ ചതിച്ചവളുണ്ടല്ലോ, അവളെ ഒരിക്കലും ദൈവം വെറുതെ വിടില്ല.
മോനെ നീ ആരോഗ്യം നോക്കണം, ഈ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്ക്. ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ പറ്റൂ, അതുപോലെ തന്നെയാണ് ആരോഗ്യമില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. അങ്ങനെ തിരക്കുകളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല ചേച്ചി. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയല്ലേ ഞാൻ. അയ്യോ, ഞാനൊരു ടെൻഷനും ഉത്കണ്ഠയും കൊണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ല, ഇന്ന് നിനക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ? നീ വേഗം എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്ക്. അല്ല, വേറൊരു കാര്യം കൂടെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് പിന്നെ ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനതങ്ങ് മറന്നുപോകും. എന്താ ചേച്ചി എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ അംബിക പറയുക, ഇവിടെ രാജുവും ഋതുമോളും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? അതെന്ത് പ്രശ്നമോ ചേച്ചി? പ്രതാപ, നീ ഇന്നലെ ശ്രദ്ധിച്ചില്ലേ? അവൾ ഇങ്ങോട്ട് വന്നതേ ഇന്നലെ അവിടെ വഴക്കിട്ടിട്ടാ. അങ്ങനെ ആ ഡ്രൈവർ വേണു അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതിന്റെ പിന്നാലെ തന്നെയാ രാജു ഇങ്ങോട്ട് വന്ന്. അത് കേട്ടിട്ട് പ്രതാപൻ പറയുക, അതിന് വളരെ പ്രായം കുറഞ്ഞ പിള്ളേരല്ലേ ചേച്ചി, അതിനുള്ള പക്വതയൊക്കെ ഉള്ളു. വെറും സൗന്ദര്യപ്പിണക്കങ്ങളായിരിക്കും. അങ്ങനെയല്ല പ്രതാപ, ഇത് സൗന്ദര്യപ്പിണക്കമൊന്നും തോന്നുന്നില്ല. ഇത് ഇച്ചിരി വലിയ എന്തോ കാര്യമാണെന്നാ തോന്നുന്നത്. അവളില്ലേ ആ ഋതിക, അവള് വലിയ പ്രശ്നക്കാരിയാ. അവളാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അങ്ങ് വഴക്കുണ്ടാക്കുക. വെറുതെ അവന്റെ മേക്കിട്ട് കയറും. ഋതിക ഉണ്ടല്ലോ, അവളുടെ അമ്മയുടെ തനി പകർപ്പാ. ആ പത്മയുടെ അതേ സ്വഭാവ. അമ്മ വേലി ചാടിയാൽ മകള് മതില് ചാടുമല്ലോ. അങ്ങനെ ഇവള് മതില് ചാടാതിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അംബിക അവിടുന്ന് പോവുകയാണ്. ഋതിക നോക്കുമ്പോൾ രാവിലെ നല്ല ഉറക്കത്തിൽ കിടക്കുവാണ് രാജു. കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ വിഷമോ ഉള്ളവർക്ക് ഇങ്ങനെ എങ്ങാനും കിടന്നുറങ്ങാൻ പറ്റുമോ? തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിലല്ലേ മനസ്സിൽ അല്പമെങ്കിലും കുറ്റബോധം ഉണ്ടാകത്തുള്ളൂ. ഇതെന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുക. എത്ര നിസ്സാരമായിട്ടാണ് എന്നെ ചതിച്ചത്. ഈ മനുഷ്യന്മാർക്ക് ഇത്രയധികം ദുഷ്ടന്മാരാകാൻ പറ്റുമോ? ഈ സമയത്ത് ചായയുമായി യാമിനിയാണെങ്കിൽ ഋതുമോളെ എന്നും പറഞ്ഞ് വാതിലിനരികെ വന്നു വിളിക്കുവാണ്. അങ്ങനെ യാമിനി ആ കതകിൽ തട്ടുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് രാജു ഉറക്കമുണർന്ന് എഴുന്നേൽക്കുവാണ്. രാജുവിനെ ഒന്ന് നോക്കിയിട്ട് ഋതിക പെട്ടെന്ന് കതവ് തുറക്കുവാണ്. അങ്ങനെ യാമിനിയും ഋതികയും ഗുഡ് മോർണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒരുപാട് നേരം ആയോ മോളെ? ഞാൻ ബെഡ് കോഫി കൊണ്ടുവരാൻ താമസിച്ചോ? അത് കേട്ടിട്ട് രാജു ഇല്ല, വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഉണർന്നത് തന്നെ. ഉടനെ ഋതിക മനസമാധാനം നഷ്ടപ്പെട്ടവർക്ക് ഉറക്കം വരില്ല. ഈ കുറ്റങ്ങൾ മാത്രം ചെയ്യുന്നവരോ അവർ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. ഋതികയുടെ ആ വർത്തമാനം കേട്ടിട്ട് യാമിനി ചോദിക്കുക, എന്ത് പറ്റി മോളെ? രാവിലെ ഒരു ഇറിറ്റേറ്റിംഗ് മൂഡാണല്ലോ. എന്താ ഇത്ര ദേഷ്യം? ഇന്നലെ വന്നപ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ഇന്നൊരൽപ്പം കൂടിയിട്ടുണ്ട്. എന്തു പറ്റി മോളെ? രണ്ടുപേരും തമ്മിൽ വഴക്ക് വല്ലതുമാണോ? പെട്ടെന്ന് രാജു എനിക്ക് വഴക്കൊന്നുമില്ല. അതിന് ചിലർക്ക് ആക്ടിങ് നന്നായിട്ടറിയാം, എല്ലാവരുടെയും മുന്നിൽ നല്ലതുപോലെ അഭിനയിക്കും. പെട്ടെന്ന് ഋതിക പറയുക, മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള അഭിനയമാണ്. പുറകിൽ നിന്ന് നോക്കുന്നവർ വിചാരിക്കും ആൾ എന്തൊരു പാവമാ, എന്ത് നല്ല സ്വഭാവ, ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഇല്ലാതെ പഞ്ചപാവം. കുടിക്കുന്നത് പാലും വെള്ളവും പാവയ്ക്ക ജ്യൂസും മാത്രം. ഋതിക ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് യാമിനി രാജുവിനെ ഒന്ന് നോക്കിയിട്ട് ഋതികയോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി മോളെ? നീ എന്തിനാ ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങോട്ട് വരുന്ന പ്രതാപനാണെങ്കിൽ ഈ സമയത്ത് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. യാമിനി ഋതികയോട് പറയുന്നുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യും. അത് കേട്ടിട്ട് ഋതിക എൻ്റെ കഷ്ടകാലമെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വീട്ടുകാരോടെങ്ങാനും പറഞ്ഞാൽ എന്നെയല്ലേ കുറ്റപ്പെടുത്തത്തുള്ളൂ. കാരണം എൻ്റെ താല്പര്യപ്രകാരം നടത്തിയ മാരേജ് ആണല്ലോ. ഋതിക ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് യാമിനി രാജുവിനോട് ചോദിക്കുക, രാജു നീയെങ്കിലും എന്താ ഈ പിണക്കത്തിന്റെ കാരണം? രാജു ഞാൻ നിരപരാധിയാണ് മാഡം. ഋതിക മാഡത്തിന്റെ വെറും തെറ്റിദ്ധാരണയിലുള്ള പിണക്കമാണ്. അത് കേട്ടിട്ട് ഋതിക വിരൽ ചൂണ്ടിയിട്ട് മിണ്ടിപ്പോകരുത്. എല്ലാവരും കരുതിയിരിക്കുന്നത് ഇയാളൊരു നിഷ്കളങ്കനാണെന്ന്. പക്ഷെ ചതിയനാണ് ഇയാൾ, വെറും ചതിയൻ. ഋതിക ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പ്രതാപൻ ദേഷ്യത്തോടെ വാതിലങ്ങോട്ട് തുറന്നിട്ട് ഋതികയെ എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കുവാണ്. പ്രതാപനെ അങ്ങനെ അവിടെ കണ്ടതും ഋതികയും രാജും യാമിനിയെല്ലാം ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുവാണ്. ഋതികയുടെ അടുത്തോട്ട് വന്ന് പ്രതാപൻ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി പറയുന്നു, നിന്റെ വാക്കുകളൊക്കെ അതിര് കടക്കുന്നു, സൂക്ഷിച്ച് സംസാരിക്കണം. ആരോടെ എന്തും പറയാവുന്നുള്ള ലൈസൻസ് നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഇവനൊരു പാവമായതുകൊണ്ടാണോ നീ ഇവന്റെ തലയിലോട്ട് കയറുന്നത്? ഋതിക സങ്കടത്തോടെ അച്ഛ എന്നിങ്ങനെ വിളിക്കുമ്പോൾ പ്രതാപൻ പറയുക, അഹങ്കാരം കയറി നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അച്ഛനും മുത്തശ്ശിയും ചെറിയമ്മയും ചെറിയച്ഛനും ഒക്കെ സപ്പോർട്ടുണ്ടെന്ന് കരുതി ഇവനെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കരുത് നീ. ഇതൊന്നും ആരുടെ മുമ്പിലും വില പോകില്ല. ഒരു പുതിയ ഭാര്യ ഇറങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ ലോകത്തെങ്ങും ഇതുവരെ ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇവൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയെന്ന് കരുതി നീ അവനെ വിലയ്ക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. ആരും ആരെയും ഭരിച്ച് ഇവിടെ ജീവിക്കാനും നോക്കണ്ട. ഭാര്യയ്ക്കും ഭർത്താവിനുമേ വ്യക്തിത്വമുണ്ട്, അത് നീ മറക്കരുത്. മനസ്സുകൊണ്ടാണ് ഒന്നാകേണ്ടത്. മനസ്സിലായോ നിനക്ക്?
ഒരാൾ മറ്റൊരാളെ ഇങ്ങനെ നിരന്തരം ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന്റെ ആയുസാണ് പാഴായി പോകുന്നത്. അത് നീ മനസ്സിലാക്കണം. നീ പെട്ടെന്നുള്ള ദേഷ്യത്തിന് നീ ഇവനെ ഞങ്ങളുടെ മുന്നിൽ കറുപ്പിക്കാൻ നോക്കിയാലും അവൻ ഞങ്ങളുടെ മുന്നിൽ കറുക്കില്ല. കാരണം എന്താണെന്നറിയോ? ഇവനെ ഞങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ടറിയാം. നിന്റെ ഈ അഹങ്കാരം എടുത്തിയാട്ടം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഭർത്താവിനെ സ്നേഹിച്ച് ജീവിച്ചാലുണ്ടല്ലോ അത് നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ ചരിത്രമുണ്ടല്ലോ അതൊരു മറ്റൊരു രീതിക്കായിരിക്കും ആവർത്തിക്കുന്നത്. പ്രതാപൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് ഋതിക ഇങ്ങനെ കണ്ണു നിറഞ്ഞു നിൽക്കുവാണ്. പ്രതാപൻ അപ്പോൾ യാമിനിയോട് പറയുക, യാമിനി ഇങ്ങ് പോരെ, ഇതൊന്നും പരിഹരിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ വെറും ഉള്ളി പൊളിക്കുന്ന പോലെ പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ അവർ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോളൂ, നീ വാ എന്നും പറഞ്ഞ് യാമിനിയും കൂട്ടിയിട്ട് പ്രതാപൻ അവിടുന്ന് പോവുകയാണ്. ഋതിക എന്നിട്ട് അവിടെ നിന്ന് പറയുക, അതല്ലേലും അങ്ങനെ ആരെന്ത് തെറ്റ് ചെയ്താലും ആ കുറ്റമല്ല എൻ്റെ പടലിക്കാണ് വന്ന് വീഴുന്നത്. അതായിപ്പോയി എൻ്റെ വിധി. രാജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഞാനുണ്ടല്ലോ വെറും പൊട്ടി. എല്ലാവരുടെയും മുമ്പിലാണെങ്കിൽ ഞാനിപ്പോൾ അഹങ്കാരി. എനിക്കിപ്പോൾ വേണ്ടത് ഒരല്പം മനസമാധാനമാണ്. എന്നാൽ രാജുവിൻ്റെ മുഖം കണ്ടാലേ അതെനിക്ക് ഇല്ലാതാകും. എൻ്റെ ദൈവമേ, എൻ്റെ സങ്കടമൊക്കെ ഞാൻ ആരോട് പറയും? അങ്ങനെ പറഞ്ഞിട്ട് ഋതിക അവിടെ നിന്ന് പോവാണ്. അത് കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുവാണ് രാജു. എൻ്റെ ദൈവമേ, ഈ ഋതിക മേഡത്തിനെ ഇനി എങ്ങനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ലല്ലോ. എന്താ ഒരു വഴി? പത്മാവതി മേഡത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് മറഞ്ഞു നിന്ന് ദീപക് ഇതെല്ലാം രാജുവിനെ ശ്രദ്ധിക്കുവാണ്. ഇവൻ ഇവിടെ നിന്ന് എന്താ പറയുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ. അങ്ങനെ രാജു പത്മാവതിയെ വിളിക്കുമ്പോൾ പത്മാവതി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് മോനെ രാജു എന്ന് വിളിക്കുവാണ്. അപ്പോൾ രാജു പറയാം, അതെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് അങ്ങോട്ട് വരാൻ അല്പം പോലും സമയമില്ലാത്തതുകൊണ്ടാണ്. അതിനെന്താ മോനെ, കാണാമല്ലോ. മോനെ ഞാൻ എങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ രാജു പത്മാവതിയോട് പറയുക, നമുക്കേ ആ റെയിൽവേ ബ്രിഡ്ജില്ലേ അവിടെ വെച്ച് കാണാം. എന്നാൽ ശരി മോനെ എന്ന് പറഞ്ഞ് പത്മാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. രാജു ഇങ്ങനെ ഫോൺ ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ആരാ എന്താണെന്നൊന്നും പിടികിട്ടിയില്ല. എങ്കിലും ദീപക് മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ ഏതോ പെണ്ണുങ്ങളോടാണല്ലോ സംസാരിച്ചത്. ഇനി ശരിക്കും ഇവൻ ഇങ്ങനെ ഒരു കാമുകിയുണ്ടോ? എന്തായാലും ഇതൊക്കെ വെച്ച് ചെറിയൊരു പണി കൊടുക്കാം. എന്തായാലും ഏൽക്കുന്നെങ്കിൽ ഏൽക്കട്ടെ. അങ്ങനെ ദീപക് ഋതികയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. ദീപക്കിൻ്റെ കോള് കണ്ടുകൊണ്ട് ഋതിക പറയാ, ഇവൻ എന്തിനാ എന്നെ ഫോൺ ചെയ്യുന്നത്, യൂസ്ലെസ് എന്നും പറഞ്ഞ് ഋതികയെ ഫോണും കട്ട് ചെയ്തു. ആഹാ, അവളെൻ്റെ ഫോൺ കട്ട് ചെയ്തോ? എന്നാൽ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം. അങ്ങനെ ദീപക് വീണ്ടും ഋതികയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ദീപക്കിനോട് ഋതിക ചോദിക്കും, എന്താടാ നിനക്ക് വേണ്ടത്? ദീപക് പറയുക, നീ ചാടിക്കടിക്കാതിരി ഋതികയെ, എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ വല്യമ്മാവൻ്റെ മകളല്ലേ, നീ എൻ്റെ പെങ്ങളല്ലേ, ഞാൻ നിൻ്റെ ഏട്ടനും കൂടെ അല്ലേ. എടാ, നിന്നെപ്പോലുള്ളൊരു ഫ്രോഡ് ഏട്ടനെ എനിക്ക് വേണ്ടടാ, ഞാൻ നിൻ്റെ പെങ്ങളുമല്ല. അപ്പോൾ ദീപക് പറയുക, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കേട്ടിട്ട് നീ ഫോൺ കട്ട് ചെയ്താൽ മതി. ഇപ്പോഴേ നിൻ്റെ ഹസ്ബൻഡ് രാജു ഉണ്ടല്ലോ, അവനിപ്പോഴൊരു ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. അവനിപ്പോഴവൻ്റെ കാമുകയെ ഫോണിൽ വിളിച്ചു. ആദ്യമൊക്കെ ഞാൻ വിശ്വസിച്ചില്ല, പിന്നെ അവൻ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. ഋതിക ചോദിക്കുക, എന്താ നീ കേട്ടത്? ആ രാജുവേ അവനവൻ്റെ കാമുകിയോട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവൻ അവളോടെ ആ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വരാനും പറഞ്ഞു. ദേ, നീ ഇപ്പോഴങ്ങോട്ട് ചെന്നാലേ രണ്ടെണ്ണത്തിനെയും കയ്യോടെ പിടിക്കാം. ഋതിക ദീപക്കിനോട് പറയാം, വെച്ചിട്ട് പോടാ വൃത്തികെട്ടവനെ, നാണം കെട്ടവൻ, ഇഡിയറ്റ്, ബ്ലഡി ഫൂൾ എന്നൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് ഋതിക ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുവാണ്. ഋതിക അങ്ങനെ വിളിക്കുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ദീപക്കും ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് അംബികയുടെ കാറിലിരുന്ന് കൊച്ചമ്മണി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. കൊച്ചമ്മണി എന്നിട്ട് അംബികയോട് പറയാം, ആ AC ഒന്ന് കൂട്ടിയിട്ടേ, ഭയങ്കര ചൂട്. ഉള്ള കാര്യം പറയാമല്ലോ അംബികയെ, ഇനിയുള്ള കാലം ഉണ്ടല്ലോ എനിക്ക് AC ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ മുണ്ടക്കലമ്മേ, ആ കത്തെഴുത്താണല്ലോ രണ്ടിൻ്റെ മുടിഞ്ഞ പ്രേമമൊക്കെ അങ്ങോട്ട് കലങ്ങി നടുവൊടിച്ച് കിടക്കുന്നത്. സന്ദർഭം അനുസരിച്ച് ഇങ്ങനൊരു കത്തെഴുതാൻ മുണ്ടക്കലമ്മയ്ക്ക് എങ്ങനെ തോന്നി? അംബിക എങ്ങനെ പറയുന്നത് കേട്ട് ചിരിച്ചോണ്ട് ആ കള്ളി കൊച്ചമ്മണി അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണിയും അംബിക അങ്ങനെ വളരെ സന്തോഷിച്ച് ചിരിച്ചൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. എന്തുവായാലും പത്മാവതിയോട് രാജു കാര്യം പറയുമ്പോൾ പത്മാവതി ഋതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സംശയങ്ങളൊക്കെ മാറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ ആ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.